മേഡം, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ 5 പേരെയാണ് പിടിയിലായിരിക്കുന്നത്. ഇനി കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് അന്വേഷണത്തിൻ്റെ പുരോഗതി? ഞങ്ങൾ ഇപ്പം ഈ അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇനിയും കസ്റ്റഡിയിലെടുത്ത് ഫർദർ ക്വസ്റ്റ്യൻ ചെയ്യും. തീർച്ചയായിട്ടും ഇതൊരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഇത് 5 പേരിൽ ഒതുങ്ങുന്ന ഒരു നെറ്റ്വർക്കല്ല. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഞങ്ങളുടെ സർവൈലൻസിലുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഡീപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ കാണും. കൂടുതൽ പ്രതികളെ ഇനി വരുന്ന ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യും. ഈ പ്രതികളായ അധ്യാപികമാർക്ക് എങ്ങനെയാണ് ഈ നെറ്റ്വർക്കുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? എത്ര കാലമായിട്ടുള്ള ബന്ധമാണ്, ലഹരി കച്ചവടമാണ് ഇവർ നടത്തുന്നത്? ഞങ്ങളിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് അനലൈസ് ചെയ്തിരിക്കുന്നത്. എത്രയും കാലമായിട്ട് ഇവരിതിൽ ഇറങ്ങിയെന്ന് അത് അവരെ ഇനിയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. എത്ര രൂപയുടെ ഇടപാടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഇപ്പം വേരിങ് അമൗണ്ട്സ് ആണ്. ഇപ്പം എന്തായാലും ഒരു മിനിമം അപ് ടു 15 lakhs വരെ മിനിമം ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. ഒരു പ്രതിയുടെ അബവ് 1 crore ട്രാൻസാക്ഷൻസ് ഉണ്ട്. കൂടുതൽ പ്രതികൾ, പ്രധാനപ്പെട്ട പ്രതികളൊക്കെ ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണോ? ഇനി അതോ ഇവരിൽ തന്നെ ഒതുങ്ങുമോ അന്വേഷണം? ഇല്ല, ഇതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഇപ്പം ഇവരാണ് ഇതിൻ്റെ മെയിൻ കിങ് പിൻസ് എന്ന് പറയാറായിട്ടില്ല. കൂടുതൽ ആൾക്കാരുണ്ട് ഇതിൽ, തീർച്ചയായിട്ടും ഉണ്ട്. ഇവരുടെ വ്യക്തമായിട്ടുള്ള റോള് നമുക്ക് ചാർജ് ഷീറ്റ് ചെയ്യുന്ന സമയത്തെ നമുക്ക് ഫിക്സ് ചെയ്ത് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴേ പറയാൻ പറ്റത്തില്ല. ഇപ്പം പ്രാഥമികമായിട്ട് ഇവർക്ക് NDPS കേസ് അക്യൂസ്ഡുമായിട്ട് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതുവരെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്ക് അത്യാവശ്യം ഈ നെറ്റ്വർക്കുമായിട്ട് തന്നെ ഡീപ്പായിട്ടുള്ള ലിങ്ക്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ഉൾപ്പെടെയുള്ള ലിങ്ക്സ് ഉണ്ടായിരുന്നു. അപ്പം കൂടുതൽ അവരെങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തതെന്ന് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ഇത് ഇവരെല്ലാവരും സുഹൃത്തുക്കളാണ്. ഇവരുടെ എക്സാക്റ്റ് ഇവരെങ്ങനെയാണ് പരിചയപ്പെട്ടത്, ഇവർ ആദ്യം എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവരുടെ ഈ സൗഹൃദം തുടങ്ങുന്നത്, അതൊക്കെ ഇവരോട് ഇനിയും ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. അത് ഇവരുടെ മോഡസിനെ കുറിച്ചൊന്നും ഇപ്പം വ്യക്തമായിട്ട് പറയാറായിട്ടില്ല. ഇപ്പം വളരെ ഏർലി സ്റ്റേജസിലാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ലാസ്റ്റ് 1 വീക്കിലാണ് ഈ അറസ്റ്റുകൾ നടന്നത്. 2 അറസ്റ്റുകൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിലാണ് നടന്നത്. ഇപ്പോഴും പറയാറായിട്ടില്ല. എന്തായാലും ഇതൊക്കെ സമയമെടുത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരുപാട് ആശങ്കകളുണ്ട്. ഈ കുട്ടികൾക്ക് ഈ ലഹരി എത്തിയോ, ഈ അധ്യാപകരിൽ നിന്നുള്ള ആശങ്കയുണ്ട്. അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അലാർമിംഗ് സിറ്റുവേഷനിലോട്ടൊന്നും ഇതുവരെ കാര്യങ്ങൾ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ പരിശോധിക്കുന്നുണ്ട്. ഇല്ല, അങ്ങനത്തെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ നോക്കും ഇവരുടെ അസോസിയേറ്റ്സ് ആരൊക്കെയാണ്, ഇവരുടെ കൂടെ ആരൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മൾ നോക്കും. അത് ഇപ്പോഴേ നമുക്ക് പറയാറായിട്ടില്ല. കാരണം അവരെ നമ്മൾ വെരിഫൈ ചെയ്ത് പ്രതികളായിട്ട് ചേർക്കുന്നിടം വരെ നമുക്ക് കൺഫേംഡ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. കാരണം ഇവരിപ്പം സമൂഹത്തിൽ ഇപ്പം പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും ഈ NDPSുമായിട്ട് ബന്ധം വേണമെന്നില്ല. അപ്പോൾ ഇവരുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ ഡീപ്പായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവരെ പ്രതികളാക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഇച്ചിരി സമയം വേണം. ഇതുവരെ ഇല്ല. ഉണ്ടെങ്കിൽ നമ്മളത് എക്സാമിൻ ചെയ്യും, അന്വേഷിക്കും. ഇവർ സാലറീഡ് വ്യക്തികളാണ്. എല്ലാ മാസവും ശമ്പളം മേടിക്കുന്നവരാണ്. അപ്പോൾ ഇവരുടെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇപ്പം നോർമൽ മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ അവരുടെ ട്രാൻസാക്ഷൻസ് നോക്കുമ്പോഴത്തേന് ഇറ്റ് ഈസ് നോട്ട് മാച്ചിങ് വിത്ത് ദെയർ നോൺ സോഴ്സസ് ഓഫ് ഇൻകം. വിദേശയാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടോ? അത് ഞങ്ങൾക്ക് നോക്കേണ്ടി വരും. ഇപ്പോൾ ഇമിഗ്രേഷൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം.